Download now. CC Learning app. ഹലോ ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. 30/4/2026 വന്ന നോട്ടിഫിക്കേഷനിൽ പറ്റിയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ആപ്പിനെ പറ്റി പറയാം. നമ്മളെ സംബന്ധിച്ചോളം ഫ്രീ മോക്ക് ടെസ്റ്റുകളും ഫ്രീ ക്വിസസുകളും അതോടൊപ്പം തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻസ് എല്ലാം നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ആപ്പുണ്ട്. എല്ലാവരും ഇന്ന് തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സോ നമ്മുടെ റിസൾട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ LGSനടക്കം നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS സ്വപ്നമായി കാണുന്ന എല്ലാവരും ഇന്ന് തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സോ നമ്മൾ നോട്ടിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം. കാറ്റഗറി നമ്പർ 19/2026 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. എവിടത്തേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് നോക്കുകയാണെങ്കിൽ കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ഡിപ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള ആ ഒരു നിയമനമാണ് വരാനായിട്ട് പോകുന്നത്. അവിടെ അസിസ്റ്റന്റ് മാനേജർ എന്നുള്ള പോസ്റ്റിലേക്കാണ് നിയമനം വരാൻ പോകുന്നത്. സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ നല്ല സാലറി സ്കെയിലുള്ള ഒരു പരീക്ഷയാണ് വരാനായിട്ട് പോകുന്നത്. 55,200 മുതലാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വേക്കൻസി നോക്കുകയാണെങ്കിൽ അതൊരു ഒരൊറ്റ പോസ്റ്റിലേക്കുള്ള നിയമനമാണ് PSC വിളിച്ചേക്കുന്നത്. യോഗ്യത നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതോടൊപ്പം തന്നെ MBA ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഫ്രം എ ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അംഗീകൃതമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് MBAയും വേണം, ഡിഗ്രിയും വേണം. അതിനോടൊപ്പം തന്നെ PGDSCA വേണം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഡിപ്ലോമ കൂടി വേണം. ഇഷ്യൂഡ് ബൈ യൂണിവേഴ്സിറ്റീസ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കഗ്നൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ്. അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് വേണ്ട ഒരു പരീക്ഷയാണ് വരാനായിട്ട് പോകുന്നത്. 2 years എക്സ്പീരിയൻസ് ഫ്രം എനി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഓർ എ രജിസ്റ്റേർഡ് ഫെമിനെ സൂപ്പർവിഷറി കേഡർ ആൻഡ് ദി സെയിം ഷാൾ ബി ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ അക്വയറിംഗ് MBA. അതായത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ 2 വർഷത്തെ കുറയാത്ത ഒരു പ്രവൃത്തി പരിചയം കൂടെ ഇതിനാവശ്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. കാറ്റഗറി നമ്പർ 2026 പോകുന്നത്. 2 ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ്, 2 കമ്പനികളിലേക്കാണ് ഈ ഒരു നിയമനം വരാനായിട്ട് പോകുന്നത്. കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അതിനോടൊപ്പം തന്നെ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡിലേക്കുമാണ് ഈ ഒരു നിയമനം വരാനായിട്ട് പോകുന്നത്. ഏത് പോസ്റ്റിലേക്കാണ് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ജൂനിയർ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ 2 കമ്പനികളിലല്ല. സോ അവിടെയുള്ള സ്കെയിൽ ഓഫ് പേ ഡിസൈഡ് ചെയ്യുന്നത് അതായത് കമ്പനികളാണ്. ഇത് കമ്പനി ബോർഡിൻ്റെ പരീക്ഷയാണ്. വേക്കൻസി നോക്കുകയാണെങ്കിൽ 10 വേക്കൻസികളാണ് ഉള്ളത്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓഫ് മിനിമം 6 months ഡ്യൂറേഷൻ ഫ്രം എ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതൊരു ഡിഗ്രിയും വേണം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ള ഒരു ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡിപ്ലോമയും വേണം. ഓക്കെ, ഇനി കാറ്റഗറി നമ്പർ 21 ആണ് കേട്ടോ. 20 അല്ല, 21 ആണ്. കാറ്റഗറി 21-26 ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കുറേ ആളുകൾ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെങ്കിൽ KSEBയിലേക്കുള്ള ഇലക്ട്രിസിറ്റി വർക്കറിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ 24,400 തൊട്ട് തുടങ്ങുന്ന ഒരു സ്കെയിൽ ഓഫ് പേ ആണ്. അത്യാവശ്യം ഗവൺമെൻറ് ജോബുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 10th ലെവലുള്ള ജോബുകൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു സാലറി ഉള്ള ഒരു ജോബാണിത്. വേക്കൻസി നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ജില്ലാടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വരാനായിട്ട് പോകുന്നത്. 985 നിയമനമാണ് വരാനായിട്ട് പോകുന്നെങ്കിലും പക്ഷേ ഇതിൻ്റെ ആ ഒരു 1000-ന് മുകളിലോ അല്ലെങ്കിൽ 1500-ന് മുകളിലൊക്കെ അഡ്വൈസ് പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇത് 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എ പാസ് ഇൻ SLC ഓർ ഇറ്റ്സ് ഇക്വലന്റ്, അതായത് 10ാം ക്ലാസ് അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത വേണം. അതിനോടൊപ്പം തന്നെ 2 വർഷത്തെ ട്രേഡ് സർട്ടിഫിക്കറ്റും കൂടി നമുക്ക് വേണം. ഇലക്ട്രീഷ്യൻ വയർമാൻ ട്രേഡിലുള്ള 2 വർഷത്തെ സർട്ടിഫിക്കറ്റ് കൂടി നമുക്കിതിൽ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനൊരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പരീക്ഷ കൂടിയാണ്. മിനിമം ഹൈറ്റ് എങ്ങനെയാണ്? ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ് 5 അടി 2 ഇഞ്ച് ഉയരം വേണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അത് 4 അടി 9 ഇഞ്ച് ഉയരം മതി. അതോടൊപ്പം തന്നെ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാൻ പാടില്ല, കാൻഡിഡേറ്റിന് കളർ ബ്ലൈൻഡ് ആവാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ട്. സ്കിൽ ടെസ്റ്റ് എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ 9 മീറ്റർ ഉയരമുള്ള ഒരു പോൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു പോസ്റ്റ് പോലെയാണ്. നമ്മൾ CID മൂവ്സ് സിനിമ കണ്ടിട്ടില്ല, ഒരു പോസ്റ്റിൽ കയറുന്നില്ല, അതേപോലെയാണ് ഇവിടെ. 9 മീറ്റർ ഉയരമുള്ള ഒരു പോസ്റ്റിൽ അല്ലെങ്കിൽ പോളിൽ 8 മിനിറ്റ് കൊണ്ട് നമ്മൾ കയറുകയും വേണം, ഇറങ്ങുകയും വേണം. അതാണ് ഇതിൻ്റെ ഒരു യോഗ്യത എന്ന് പറയുന്നത്. ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത് കേരള PSC തന്നെയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് PSC ഈ ഒരു പരീക്ഷ നടത്താനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത നോട്ടിഫിക്കേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 22/2026 എന്ന് പറയുന്ന ആ ഒരു
പോസ്റ്റിലേക്ക് നമ്മൾ നോക്കാൻ പോവുകയാണ്. സീനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റാണ് അത്, സീനിയർ അസിസ്റ്റൻറ്റ്. ഇനി എങ്ങോട്ടാണ് നോക്കുകയാണെങ്കിൽ അത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനിലേക്കാണ് ഈ ഒരു നിയമനം വരാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു NCA നോട്ടിഫിക്കേഷൻ ആണ്. NCA എന്ന് പറയുമ്പോൾ ഒരു സെപ്പറേറ്റ് കാറ്റഗറിക്ക് മാത്രമാണ് അത് ഉണ്ടാകുക. ഇവിടെ അത് ആംഗ്ലോ ഇന്ത്യൻസിനും അതോടൊപ്പം തന്നെ ലാറ്റിൻ കാത്തലിക്സിനുമാണ്. LCAA എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്കാണ് നിയമനം വരാനായിട്ട് പോകുന്നത്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ഓർ ഇക്വലന്റ്, അതോടൊപ്പം തന്നെ 2 year എക്സ്പീരിയൻസ് ഇൻ ദ ക്യാമറ സെക്ഷൻ ഓഫ് എ ഫിലിം സ്റ്റുഡിയോ ഓഫ് റെപ്യൂട്ട്, അതായത് പ്രമുഖമായ ഒരു ഫിലിം സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തിട്ടുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഇതിന് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ജനറൽ PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സ്ട്രെസ് ചെയ്യേണ്ട നോട്ടിഫിക്കേഷനിലല്ല വന്നിരിക്കുന്നത്. ITA ഉള്ളവർക്ക് KSEB ഇലക്ട്രിസിറ്റി വർക്കർ നോക്കാം, അല്ലാണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഒന്നും നമുക്ക് ഈ ഒരു ഗസറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽസിനെ പറ്റിയാണ്. ഈ കഴിഞ്ഞ ആഴ്ചയാണ് അതിൻ്റെ ഡേറ്റ് വന്നത്. കമ്പനി ബോർഡ് എൽജിസ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പരീക്ഷയാണ് കമ്പനി ബോർഡ് എൽജിസ് എന്ന് പറയുന്നത്. സോ നമ്മളൊരു 70 day ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു പ്രിലിംസ് എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യും, അതിനോടൊപ്പം അതിനുള്ള മെയിൻസിൻ്റെ കോച്ചിങ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. 8590202323 എന്നാണ് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഫ്രീ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. ഈ ഫ്രീ ഗ്രൂപ്പ്സിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് CCയോടൊപ്പം തന്നെ ഈ ഒരു കമ്പനി ബോർഡ് LGS എന്നുള്ള ഈ ഒരു പോസ്റ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.